ഹായ് ഡിയേഴ്സ്, ഞാൻ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് മനോഹരമായിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ ആധുനികപരമായിട്ടുള്ള ഡിസൈനോട് കൂടെ വീട് ഒരുക്കിയിട്ടുള്ള ഹംസ ഹുസൈൻ ഖാൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സുബൈദാത്ത ഉണ്ട് അല്ലേ, നമ്മളെ ഒരു ഫാമിലി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് ചെയ്തിട്ടുള്ളത്. കയറുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും. എക്സ്റ്റീരിയറിൽ വരെ ടൈല് വിരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ട് ക്ലാഡിങ് ടൈല്, അതുപോലെ എക്സ്റ്റീരിയറിൽ നല്ല മനോഹരമായിട്ട് ടൈല്, നല്ല രീതിയിൽ പാനലിങ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. കയറുമ്പോൾ സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് വരുന്നത്. മുറ്റത്ത് നല്ല ബോൾസൊക്കെ വെച്ച് നല്ല രീതിയിൽ എന്താ പറയുക പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ഗ്രീനർ ആയിട്ടുള്ള ഒരു വീടാണ്. വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സ് ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇത്. നിങ്ങൾക്ക് സേവ് ചെയ്തൊക്കെയാണെങ്കിൽ വീട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതിൽ ഒരുപാട് ടിപ്സുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നല്ല പ്രൈവസിക്ക് വേണ്ടിയിട്ട് നല്ല കാർട്ടൺസ് ഇട്ടിട്ടുണ്ട്. ഇത് തുറന്നിടാം, നല്ല ഭംഗിയായിട്ട്. അതുപോലെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ഗ്ലാസ്സിന് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് 8x4 അതുപോലെ ലെപ്പോത്ര കൊണ്ട് ബോർഡർ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്യൂട്ട് സിറ്റ് ഔട്ടാണ്. അതിൽ കൺസീൽഡ് സിലിണ്ടർ കോബുലേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. നമുക്ക് ഹംസ ഹുസൈൻ എന്ന് പറഞ്ഞ ആളെയും കൂടെ നമ്മളെ വീഡിയോയിൽ ചേർക്കാം. അസ്സലാമു അലൈക്കും. എന്തായാലും നിങ്ങളെ വീട് പൊളിയാണ്, ഒരു രക്ഷയില്ല. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല ഡബിൾ ഹൈറ്റിലൊരു ലിവിങ് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള സോഫ ചെയ്തിട്ടുള്ള, അതും ഒരു പ്രത്യേക കളറിലാണ് ചെയ്തത് കേട്ടോ, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള. അതുപോലെ തന്നെ 8x4 ഡിസൈനാണ് ഇതൊരു ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും. അതുപോലെ ഈ പ്ലെയിൻ ഗ്ലാസ് ആണ്, അതും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കട്ടൺ നീക്കി ഫുൾ ലെങ്ത്തിൽ കട്ടൺ കൊടുത്തിട്ടുണ്ട്. കട്ടനാണ് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നാസർ ഖാൻ്റെ ഒരു ചെറിയ എന്താണ് കൈപ്പൊടികളൊക്കെ ആണ് അതൊക്കെ. അത് ഏറ്റവും രസകരമായിട്ട് ഒരു ടീപ്പോയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം വീട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഊഞ്ഞാലിടലുണ്ടല്ലേ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലും എന്താ പറയുക ലിവിങ് ഏരിയയാണ്. അവിടെ നമുക്ക് ഫാമിലി ഒരുപാട് ആളുകൾ വരികയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഫേസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ നമ്മൾ ഊഞ്ഞാലിടുക. അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ആക്കിയിരിക്കണം. ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ചാരി ഇരിക്കാൻ പറ്റും, അടിപൊളിയായിട്ട്. പക്ഷേ ഇതൊരു മൾട്ടി പർപ്പസും കൂടെ കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്പുറത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവരെ ടെക്നോളജി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഐഡിയും കൂടെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഇരുന്നിട്ടും നമുക്ക് ആടാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് അല്ല. രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇവിടെയുള്ള ആളുകളും സംസാരിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രണ്ട് സൈഡിലേക്കും മാറ്റി വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ്. വളരെ സിമ്പിളായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതിൻ്റെ മുഖം തിരിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ആണ് വെച്ചിട്ടുള്ളത്. ലൈറ്റുകളൊക്കെ മാഗ്നറ്റിക്കൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകളാണ് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് ആയതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ളത് ഫുൾ ലെങ്ത്ത് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ഉണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്, പാനലിംഗ് ചാർക്കോളൊക്കെ കൊടുത്ത് അതിൻ്റെ ബാക്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡിൽ നല്ല മേക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി TV യൂണിറ്റും അവിടെ അതിനനുസരിച്ച് ഇരിക്കാനുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ടേബിൾ 6 ആക്കിയിരിക്കുക, വേണമെങ്കിൽ 8 ആക്കിയിരിക്കുക. നല്ല ആൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈറ്റാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഫുൾ ലെങ്ത്താണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് അങ്ങനെ കോട്ടയാടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ മനസ്സിലാക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഒന്ന് പുറത്തിറങ്ങി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല സ്ലൈഡിങ് ഡോറാണ്, നല്ല കാറ്റ് കാണും. ഇതിങ്ങനെ തുറന്നിട്ടാൽ തന്നെ നല്ല കാറ്റ് വരും കേട്ടോ, അടിപൊളി കാറ്റ് വേണമെങ്കിൽ കിട്ടും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ളൊരു കോട്ടയാണ്. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ തുറന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുവരെ ഉണ്ട് കേട്ടോ, ആ ഡിസൈൻ ആ എൻഡ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ട്, അതായത് മനോഹരമായ ഒരു കൊച്ചു കൊട്ടാരം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് ഭംഗിയായിട്ട് ഈ ടൗൺ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല കാണാൻ നല്ല ഭംഗിയിലാണ് സ്ലൈഡിങ് ഡോർ കൊടുത്ത്. നമുക്ക് ചൂടുള്ള സമയത്ത് വെയിലുള്ള സമയത്താണെങ്കിൽ കർട്ടനായിട്ട് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊന്നും കിട്ടും. ഫ്രീ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ വാഷ് ബേസിൻ ഏരിയ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് മാറ്റിൽ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് റോസ് ഗോൾഡ് ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിലേക്ക് മിറർ ലൈറ്റൊക്കെ ആൻറ്റിക് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ നമ്മൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ബാത്റൂം കേട്ടോ. സ്റ്റെയറിൻ്റെ താഴത്ത് നമുക്ക് വളരെ സിമ്പിളായി തുറന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ബ്ലാക്ക് ഡിസൈൻ, നല്ല ഇൻ്റർനാഷണൽ ഡിസൈനിങ് മൊത്തം ബ്ലാക്കിലാണ് ഡിസൈനുള്ളത്. വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും അതിലേക്കുള്ള ടാപ്പൊക്കെ ആയാലും ബ്ലാക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലോറിൽ മാറ്റൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു കൊച്ചു ബാത്റൂമാണ് ഇതിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ കിച്ചൺ കാണാതിരിക്കാൻ കഴിയില്ല. അതിൽ ഞാൻ സുബൈദ മാഡത്തിന് ഞാനൊരു സൊല്യൂട്ട് അടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഇംഗ്ലീഷ് കിച്ചണാണ് അല്ലേ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്ന എന്താ ഇങ്ങനെ ഒരു ബാർ കൗണ്ടറൊക്കെ വെച്ച് നല്ല സൗകര്യത്തിൽ ഉണ്ടാവും. അടിപൊളി ടേബിളൊക്കെ വെച്ച്
നല്ല മനോഹരമായിട്ട് അതിൻ്റെ പിന്നെ പോസ്റ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് മുകളിൽ സത്തുവാരിയിൽ മാറ്റ് പോസ്റ്റ് അതും ഡബിളാക്കി വിട്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഒരു ഇംഗ്ലീഷ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു വട്ടം ഇംഗ്ലീഷ് കിച്ചൺ കണ്ടൊരു വീഡിയോ ഇട്ട് കുറേ ആൾക്കാർ എന്നെ ചീത്ത അറിയുന്നു, നീ ഇംഗ്ലീഷ് കിച്ചൺ കണ്ടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് കിച്ചൺ കറക്റ്റായിട്ട് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാഡം എന്താണ് ഇങ്ങനത്തെ ഒരു കളറിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം? ഇങ്ങനെ കള്ളിയൊക്കെ ആയിട്ടുള്ള നിങ്ങൾ എവിടെയും കണ്ടിട്ടാണോ അത് ചെയ്തത്? ആൾ അപ്ഡേറ്റ് കേട്ടോ, പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ, നല്ല റിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ. മാത്രമല്ല ഇവിടെ ആണല്ലേ? അതെ അതെ അതെ. അതെ സോ ഈ മോഡുലാർ കിച്ചൺ എന്ന സിസ്റ്റം തന്നെ ഇംഗ്ലീഷുകാരെ സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇരുന്നിട്ട് പലമേ ഇരുന്നിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ എല്ലാം നിന്നിട്ടാണ്. അതുപോലെ ഡിഷ് വാഷർ വരെ നല്ല ഹൈറ്റിൽ വെച്ചുകൊണ്ട് അതിന് പോലും എന്ത് ചെയ്യാനാ നമുക്ക് കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അത് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈലിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മൾ കിച്ചൺ ഉപയോഗിക്കുന്ന ആളുകൾ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത പറഞ്ഞാൽ അവർ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും. ഇതിപ്പോൾ വെച്ച് കേൾക്കുമ്പോൾ ഞാനായാലും അംസക്കായാലും ചിലപ്പോൾ വെക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പോലും ആ ഉപകാരം മനസ്സിലാക്കിയത്. റെഫ്രിജറേറ്റർ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, നല്ല കള്ളി കൊടുത്തിട്ട് അതിൽ വൈറ്റ് കൊടുത്തു. അതുപോലെ സ്പെയിൻ ഡിസൈനാണ് നമ്മളെ ചുമരിൽ കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഡിസൈനായിട്ട് ചെറിയ ടൈലിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ഇട്ടിട്ട് എപ്പോക്സിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പ് പോസ്റ്റ് സീരീസിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിലുള്ള ഒരു സിങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിൻഡോ ആണ്. വിൻഡോ നമ്മൾ കട്ടൻ താത്തിയിടാണെങ്കിൽ അപ്പുറത്ത് കാണില്ല, വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ പൊക്കുകയാണെങ്കിൽ അപ്പുറത്ത് പ്രകാശം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിമ്മിണി ഹോബും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഒക്കെ മാക്സിമം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഓരോന്ന് വലിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം. ഇത് നമ്മളെപ്പോഴും ട്രേകള് പല ഭാഗത്ത് ഇങ്ങനെ പരത്തി വെക്കുകയാണല്ലോ. നമ്മൾ ഏത് യൂണിറ്റിന്റെ ഉള്ളിലും അങ്ങനെ വെറുതെ റഫായിടും, ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി കളിക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനിത് അതേ വിചാരിച്ചിരുന്നു ഇങ്ങനെ ട്രേ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റ് വേണം. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തതാണ് കൊണ്ട് ചെയ്യിച്ചത്. ഈ ലെഡ് യൂണിറ്റും ഞാൻ അതുപോലെ പറഞ്ഞ് ചെയ്യിച്ചാണ് നമ്മളെ സൗകര്യം. അതെ, നമ്മൾ ഇത് തപ്പി നടക്കേണ്ടി വരില്ല, പല ഭാഗത്തായിരിക്കും ഉണ്ടാകുക അല്ലേ. അതിലേക്ക് നമ്മൾ കസ്റ്റമൈഡ് ചെയ്യുമ്പോൾ വീട്ടിലെ സ്ത്രീകളാണ് കിച്ചൻ്റെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒതുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വലിയൊരു കിച്ചൺ ഉണ്ടാവും, വലിയ മോഡുലാർ കിച്ചൺ ഉണ്ടാവും, പക്ഷേ അവരുടെ സൗകര്യത്തിന് പറ്റിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ സുബൈദ മേഡം പറഞ്ഞ് ചെയ്യിച്ചിട്ടുള്ള അവരെ കസ്റ്റമൈഡ് സാധനങ്ങൾ. അതുപോലെ കോർണറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവും ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സ്റ്റോറേജ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കോർണറൊക്കെ ചെയ്തിട്ടുള്ളത്. അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാ ഡിസൈനുകളും അവർ ചെയ്തിട്ടുള്ളത്. കിച്ചൺ കണ്ടിട്ട് നിങ്ങളെ കൂട്ടുകാരികളൊക്കെ എന്താ പറഞ്ഞേ? കിച്ചണായിരിക്കും അല്ലേ? കിച്ചണ് അല്ല, ഇത് സത്യത്തിലേ നിങ്ങൾ ഇനി ഒരു കുക്കിംഗ് വ്ളോഗും കൂടെ തുടങ്ങിയാൽ വേണ്ടിട്ടാ. കാരണം കിച്ചണ് അല്ല മേക്കിങ്ങിൽ നിങ്ങൾക്ക് പാഷനുള്ളതല്ലേ. കാരണം കിച്ചൺ വെറൈറ്റിയാണ്, അപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ടാവും. മാത്രമല്ല ഈ പച്ച അതുപോലെ ഈ മറ്റേ ഈ വൈറ്റ് ആ ഗ്രേ ടോൺ നല്ല കോമ്പിനേഷനാണ്. കളറ് ഭയങ്കര പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു, എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയാണ്. അല്ല ആ പച്ച അല്ലത്, ഇതൊരു വെറൈറ്റി റിച്ച് പച്ചയാണ്. ഞാനിത് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവര് പിന്നെ ഇതിന്റെ അന്ന് വന്നപ്പോ പറഞ്ഞു, ഓ നല്ല ഉഷാറായിട്ടുണ്ട്, ഇപ്പോഴാണ് നിങ്ങളുടെ കിച്ചൺ ഒരു 5 സ്റ്റാർ കിച്ചൺ, ഒരു ലൈഫ് സ്റ്റൈലിന് പറ്റിയ ഏറ്റവും മോഡൽ. ഞാനിപ്പോ കുറെ വീടുകൾ കാണാൻ പോകുന്ന ആളാണ്, പല കിച്ചണുകൾ കാണാനുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള കിച്ചണാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ വർക്ക് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയിൽ ഫുൾ ബോഡിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മുടെ എന്താ പറയുക ഗ്യാസ് സ്റ്റൗ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്കും അതുപോലെ തന്നെ ഞാൻ പറയുന്ന സ്പെയിൻ ഡിസൈനുള്ള ടൈലുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ഒക്കെ ഒരു വെറൈറ്റി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഗ്ലാസ് ആണെങ്കിൽ നല്ല വെറൈറ്റി ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബേക്കിംഗ് ചെയ്യുന്ന ആളാണല്ലോ, അത്യാവശ്യം ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്, ബേക്കിംഗ് ഉള്ള ഒരാളാണ്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല വാഷ് മെഷീൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഹൈറ്റിലാണ് വെച്ച് കൊടുത്തുള്ളത്. അവർ പറഞ്ഞല്ലോ നമുക്ക് അടിയിലാണെങ്കിൽ നമ്മളിങ്ങനെ കുമ്പിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പെയിന് വരും. ഇത് ഇത്ര ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ എളുപ്പമായി ചെയ്യുന്നതിന് വേണ്ടി വീട് ഒരുക്കുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരെ കൂടെ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ചെയ്താൽ ഇതുപോലെ അടിപൊളിയായിട്ട് സുഖിതമാണ് ചെയ്താൽക്ക് ചെയ്യാൻ പറ്റും. ഫ്ലോറിൽ 8-4 സ്ലാബാണ് വിരിച്ചുള്ളത്. നല്ല ഭംഗി മാഗ്നറ്റിക്
ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാഗ്നറ്റിക് ലൈറ്റ് വേറെ നിങ്ങൾ കിച്ചണിലൊന്നും ഞാൻ എടുത്ത വീഡിയോയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഏറ്റവും പുതിയ ടെക്നോളജി ഞാൻ പറയില്ല, ഇവർ പല ടെക്നോളജികൾ നോക്കി അതെല്ലാം കൂടെ കൂട്ടി അവരുടേതായിട്ടുള്ള ഡിസൈനിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല മാഗ്നറ്റിക് ലൈറ്റുകളൊക്കെ അതുപോലെ ഹാങ്ങിങ് ലൈറ്റൊക്കെ ആ ഒരു ബ്ലാക്ക് ടൂണിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂമാണ്. ഭയങ്കര ലുക്കാട്ടോ. ആ ഒരു i5 ലുക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹെഡ്റസ്റ്റ് ഒക്കെ കണ്ടില്ലേ, ആ ഗോൾഡിഷ് ലുക്കുകൾ ഇതിലെ കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ ഗോൾഡിഷ് കളറുകൾ ചെയ്തിട്ടുള്ള, അതുപോലെ ആൻറ്റിക് ലൈറ്റുകളൊക്കെ ആ ഗോൾഡിഷ് കളറിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് ഇവിടെ നമ്മൾ കർട്ടൻ നീക്കി കഴിഞ്ഞാൽ റൂമിലേക്ക് നല്ല പ്രകാശം കിട്ടുന്ന, പുറത്തത് വെളിച്ചം ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് 1600-800 ബെഡ്റൂമിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 64 അതേ മോഡലുള്ള 1600 കൺസീൽഡ് കോബിലേറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ വാർഡ്രോബ്സുകളൊക്കെ അടിപൊളിയായിട്ടുള്ള വാർഡ്രോബ്സ് ആട്ടോ. ഒരു രക്ഷയില്ലാത്ത വാർഡ്രോബ്സുകളാണ് ചെയ്തിട്ടുള്ളത്. കണ്ടാ നല്ല ഭംഗിയായിട്ട് ഈ വാർഡ്രോബ്സിൽ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി വാർഡ്രോബ്സുകൾ ചെയ്തിട്ടുള്ളത്. ക്രീം കളറാണ്. അതുപോലെ അതിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, പെർഫെക്റ്റ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വാർഡ്രോബ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂട്ടായിട്ടുള്ള ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുള്ളത്. നല്ല ക്രീം കളറും അതുപോലെ തന്നെ ഒലീവ് ഗ്രീനും തമ്മിലൊരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും ബ്ലാക്ക് ആക്സറീസ് ആട്ടോ ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു മിറർ ഗ്ലാസും മിററും കൺസീൽ ടാങ്കും അത് ഷവർ പാനലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിനെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂം ആട്ടോ. ഒരു ക്യൂട്ട് എന്ന് പറയാം, എന്ത് രസമാണെന്ന് പറയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിലൊക്കെ ചെയ്തിട്ടുള്ള പാനലിങ് നല്ല വൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺസീൽഡ് കോബിൾ, അതുപോലെ ഇതിലേക്കുള്ള ബെഡ്ഷീറ്റ്, ബെഡ്, ഹെഡ് റെസ്റ്റ്, അതിൻ്റെ എന്താ പറയുക രണ്ട് തലക്കൽ വെക്കുന്ന ഹെഡ് റെസ്റ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വാർഡ്രോബ്സുകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് പാനലിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ വാർഡ്രോബ്സിൽ തന്നെ ഒരു ഹാഫ് മൂണിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പ്രകാശവും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇത് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് എയർ വരണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നിടാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലെ വിൻഡോ നമുക്ക് സ്ലൈഡിങ് തുറക്കാൻ പറ്റും. ഇത് സേഫ്റ്റിയാണ്. ഇത് ടഫൻ ഗ്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. നല്ല സേഫ്റ്റി ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ആകുമ്പോൾ എന്താണ് സേഫ്റ്റി എന്ന്. വളരെ സേഫ്റ്റിയാണ്. മറ്റുള്ള ഡോറിനെ അപേക്ഷിച്ച് ഇത് നല്ല വൃത്തിക്ക് നല്ല സേഫ്റ്റിയാണ്. വീട് കാണാനും നല്ല ഭംഗിയാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയുള്ള ചെറിയൊരു ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും ഷവർ പാനലും ഒക്കെ ബ്ലാക്ക് ഡിസൈൻ ആയിട്ട് ഇവിടെ ഷവർ പാനലും അതുപോലെ ടാപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ചെറിയ ബാത്റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല എന്താ പറയുക ഒരു സ്ട്രെച്ച് വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം വർക്കിലാണ് നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. നല്ല വുഡിൻ്റെ ഡിസൈൻ കൊടുത്തു. അതുപോലെ വുഡാണ് കൊടുത്തിട്ടുള്ളത് ചവിട്ടുന്ന ഭാഗത്ത്. അതുപോലെ ഫ്രെയിം കൊടുത്ത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തു. നമുക്ക് മുകളിൽ നിൽക്കി നോക്കാം, സെൻസറാണ് ലൈറ്റ് കേട്ടോ. നമ്മൾ വരുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തും. നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡിംഗ് ആണ്. അവിടെ വുഡ് കൊടുത്തിട്ടുണ്ട്. കയറുന്ന ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ജിഫക്സിൻ്റെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു റാമ്പാണ്. നമുക്ക് ബെഡ്റൂമിലേക്കും മറ്റുള്ള അതുപോലെ സിറ്റ് ഔട്ടിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു റാമ്പ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്ക് 8 വിരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ റൂം മൊത്തം ഒന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത്. അപ്സ്റ്റെയറിൻ്റെ മേലുള്ള അടിപൊളി ബെഡ്റൂമിൻ്റെ എല്ലാ ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഡോറുകളൊക്കെ സ്ലൈഡിങ് ആണ്. നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ എയർ പാസ് ചെയ്യും. പകൽ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തുറന്നിടാം. അതുപോലെ ഇത് കട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഡാർക്കായിട്ട് നമ്മളെ റൂം ഡാർക്കാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ ഹെഡ് റെസ്റ്റ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് ലെതറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുഷ്യൻസ് കൊടുത്ത് അത് പ്രത്യേകം നമ്മൾ താഴെ കണ്ട സോഫ ഉണ്ടല്ലോ അതിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കിലൊക്കെ നല്ല പാനലിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റുകളും കൊടുത്തിട്ടുള്ള ആൻറ്റിക് ലൈറ്റുകളും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാർഡ്രോബ്സുകൾ നല്ല ഭംഗിയായിട്ടുള്ള വാർഡ്രോബ്സുകളാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഡിഫറെൻറ്റ് ഡിസൈൻ കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ലേ, ഒരു വെറൈറ്റി ഡിസൈൻ ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വുഡിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ട് ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന നല്ല രസമുള്ള ഒരു ഹാൻഡിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ മിററും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. ബാത്റൂം നല്ല ഭംഗിയായിട്ടുള്ള ക്രീം കളർ അത് ഒലീവ് ഗ്രീൻ തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി ബെഡ്റൂമാണ്. ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ബെഡ്റൂമിൽ നിന്നൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു ബാൽക്കണി അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഞാൻ അത് കാണിക്കുന്ന മുന്നേ ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചുതരാം. ഇതിൻ്റെ പാനലിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേബിൾ ലാമ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള ആൻറ്റിക് കളറുകൾ കൊടുത്തുള്ളത്. ഈ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, ജിഫക്സിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ആൻറ്റിക് ലൈറ്റുകളാണ് ഇത് സെലക്ട് ചെയ്തത്. ഈ വുഡൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ വാർഡ്രോബ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെയാണ് നമ്മളെ ഓപ്പൺ ടെറസിലേക്ക് ഇറക്കാൻ പറ്റുന്ന ബാൽക്കണി. നമുക്കിങ്ങനെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കാലിക്കറ്റിലെ മെയിൻ ഭാഗങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് എയറൊക്കെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു
കിളിക്കൂട് പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നല്ല വലുപ്പമുള്ള ബാൽക്കണി കേട്ടോ, അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മഴത്തുള്ളികളും വെള്ളങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇവിടെ നല്ല വുഡൻ സ്ട്രിപ്പാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ഇതിനോട് കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽ ടാങ്കും വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുള്ള ബാത്റൂമിന് നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പ് അടിച്ചിട്ട് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ വാൾ മൊത്തത്തിൽ മിറർ വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനൊരു ഹൈലൈറ്റ്. സാധാരണ നമ്മൾ ചെറിയ മിററാണ് വെക്കൽ ബാത്റൂമിൽ, ആ വാൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടിപൊളി ഈ വീട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ? ക്യൂട്ടായിട്ട് വീട് ഉണ്ടാക്കിയത് ഭാര്യയും ഭർത്താവും കൂടെയാണ്. ഹംസക്കും സുബൈദാത്തും കൂടെ രണ്ടാളും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കേട്ടപ്പോൾ പാലക്കാടുള്ള ഹംസക്കും മലപ്പുറത്തുള്ള സുബൈദാത്തും കാലിക്കറ്റ് ഒരുമിച്ച് കൂടിയപ്പോൾ, അതായത് പ്രണയത്തിൻ്റെ നാടാണ് കാലിക്കറ്റ്. ഇതിൻ്റെ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. ഇവർ 2 ജില്ലയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചാണോ? എങ്ങനെ അറേഞ്ച്ഡ് ആണോ? കാരണം 2 ജില്ലകൾ തമ്മിൽ സംഭവമാണ്. കാരണം മലപ്പുറത്ത് നിന്ന് പാലക്കാട്, പാലക്കാട് നിന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഒളിച്ചോടി കോഴിക്കോട് വീടച്ച പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇപ്പോഴും നല്ല പ്രണയത്തിലാണ്. എന്തായാലും കാലിക്കറ്റും മലപ്പുറവും അതുപോലെ പാലക്കാട്, അതെ മലപ്പുറം ജില്ലയാണല്ലോ, തിരൂര് പാലക്കാടും തമ്മിലൊരു കോമ്പിനേഷൻ കാലിക്കറ്റ് വന്നിട്ടുണ്ട്. കാലിക്കറ്റൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കാലിക്കറ്റ് എല്ലാവരും സ്വീകരിക്കും. നല്ല രസമുള്ള സ്ഥലമാണ് കാലിക്കറ്റ്. ബീച്ചിലൊക്കെ നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാലും അല്ലേ, ഭയങ്കര വൈബാണ്. കാലിക്കറ്റിൽ ഏതൊരാൾ ഒരു മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. കേരളത്തിൽ നിന്ന് ഹൈഫൈ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാലിക്കറ്റിനായിരിക്കും. വല്ലാത്ത ഒരു രസമുള്ള മധുരമുള്ള ഭക്ഷണത്തോട് പ്രിയമുള്ള പ്രണയമുള്ള ആളുകളുള്ള സ്ഥലമാണ് കാലിക്കറ്റ്. ഒരുപാട് കലാകാരന്മാർ ഉള്ള സ്ഥലമാണ് കാലിക്കറ്റ്. അവിടെയാണ് ഈ 2 ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള. മലപ്പുറം നല്ല അടിപൊളി ജില്ലയാണ്, പാലക്കാട് അതിലേറെ മനോഹരമായിട്ടുള്ള ജില്ലയാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവർ വന്ന് സെറ്റത്തിലൂടെയാണ്. പിന്നെ എത്ര മക്കളാ? 3 മക്കളാണ്. മൂത്തത് മോളാണ്, അവൾ അവിടെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെ? കോഴിക്കോട്. പിന്നെ രണ്ടാമത്തെ മോനാണ്, അവന് പുറത്തായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. പിന്നെ ഒരു മോളാണ്, ഡിഗ്രിക്ക് പഠിക്കും. ഒരു അടിപൊളി സംതൃപ്തമായിട്ടുള്ള കുടുംബമാണ്. പിന്നെ ഇത്രയും വൈബായിട്ടുള്ള വീടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ചില ആളുകൾ ഇപ്പോൾ ഗ്ലാസ് വെക്കുമ്പോഴൊക്കെ പറയും സേഫാണോ, പക്ഷേ ഗ്ലാസ് വരുമ്പോഴാണ് ഒരു വെസ്റ്റേൺ ലുക്കുള്ള വീട്. സംഭവം സേഫ് എന്ന് പറഞ്ഞാൽ ടെഫൻ ഗ്ലാസ് പൊട്ടിക്കണേക്കാട്ട് എളുപ്പമാണ് മറ്റുള്ള ഡോറുകൾ പൊട്ടിക്കാൻ. അപ്പോൾ നമ്മളെ ആളുകൾ ഗ്ലാസ് നിന്ന് കാണുമ്പോൾ പേടിയായിട്ടു. ഇങ്ങനെ ഒരു ധൈര്യത്തിൽ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ആണ്. എല്ലാവരും പറഞ്ഞത് ഞാൻ പോയി കണ്ടതാണ്. ഞാനൊരു കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ, നേരത്തെ പോയിട്ട് കണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വലിയൊരു ചുറ്റിക എടുത്ത് തന്നിട്ട് അത് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് അത് അടിച്ചു തുടങ്ങിയത്. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയത് നന്നായിട്ട് അടിച്ച്. ടെഫൻ ഗ്ലാസ് പൊട്ടിക്കാൻ വലിയ പാടാ, ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാനെന്ന് പറഞ്ഞപ്പോൾ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 4-5 മാസമായി. നിങ്ങളെ കൂട്ടുകാരൊക്കെ, നിങ്ങളെ ക്ലാസ്മേറ്റുകളും കൂട്ടുകാരൊക്കെ പാലക്കാട് തന്നെ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ, കൂടുതൽ സുഹൃത്തുക്കളായിട്ടാണ്. നിങ്ങളെ കൂട്ടുകാരികളൊക്കെ ഇവിടെ തന്നെ അടുത്ത ആൾക്കാരുണ്ട്. പണ്ട് മദ്രസ പോയവരൊക്കെ ഉണ്ടാ ഉണ്ടല്ലേ? എല്ലാവരും വരുമ്പോൾ സിൽവാനെ കുറിച്ചൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ സിൽവാനിൽ എത്തി ഒരു കഥ കൂടെ പറഞ്ഞാണ്. സിൽവാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിങ്ങനെ മൂപ്പര യൂട്യൂബ് തന്നെ ഞങ്ങളെ കണ്ട്, അതിനുശേഷം കുറേ പ്രാവശ്യം കണ്ടപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങൾ ഓരോ യാത്രകളും നിങ്ങളെ ഓരോരോ പരിപാടികൾ നന്നായിട്ട് വീക്ഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ സിൽവാനിൽ ഒരു പ്രാവശ്യം പോയി, അന്ന് നേരിട്ട് നിങ്ങൾ കണ്ട്. അതിന് ശേഷം പിന്നെ സിൽവാൻ്റെ ഓരോ പരിപാടികൾ നമ്മൾ കാണുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കോഴിക്കോട് നിങ്ങളെ സിൽവാൻ വന്നോട് കൂടിയിട്ട് പിന്നെ എൻ്റെ ഏകദേശം ഒരു 80% സാധനങ്ങളും സിൽവാനിലാണ് പർച്ചേസ് ചെയ്ത്. വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു വീട് നിങ്ങളെ ഹംസക്കും സുബൈദത്തും കൂടെ വെച്ചപ്പോൾ നമ്മളെ പരിഗണിച്ചല്ലോ, അതന്നെ ഒരുപാട് സന്തോഷം. നിങ്ങൾ ബേക്കിങ്ങിലൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് അതൊരു പാഷനാ? അത് പാഷനാണ്. നമ്മുടെ അനുഗ്രഹീത കലാകാരൻ മാമുക്കയുടെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം അവാർഡ് ആയിട്ടുണ്ട് അല്ലേ? ഇതെന്തിൻ്റെയായിരുന്നു? അതെന്തോ പായസമേള. അടിപൊളി പായസം വെച്ചിട്ടാണ് പാകത്തിലാക്കിയത്. അതൊരു നവാബി ചിക്കൻ. നവാബി ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈദരാബാദി സ്റ്റൈലാണ് ചെയ്തത്. ഗാർലിക് റൂട്ട്സിന്റെ ഷെഫുമാരാണ് ഇതിന് വന്നത്, ജഡ്ജ്മെന്റിന് വന്നത്. എത്ര കാലമായിട്ട് ഈ പാഷനിലുണ്ട്? കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ബേക്കിംഗ് ഏരിയ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു പാഷനാണല്ലേ? എന്താ മെയിനായിട്ട് ഇത് മറ്റേ കേക്ക് കുക്കിംഗ് തന്നെയാണ് മെയിനായിട്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും ഉണ്ടാക്കും. മത്സരത്തിൽ പങ്കെടുക്കോ? അങ്ങനെ എടുത്തത്. പിന്നെ അവിടെ ഒരുപാട് സമ്മാനങ്ങളെ ട്രോഫി ഇരിക്കണേ ഞാൻ കണ്ടു, ഒരുപാട് കിട്ടിയിരുന്നില്ലേ? അതിന് നിങ്ങളൊരു സ്പെഷ്യൽ ഏരിയ ഉണ്ടാക്കേണ്ടി. ബാക്കി എല്ലാത്തിനും ഏരിയ ഉണ്ട്, കാരണം ബാക്കിയിലൊക്കെ നല്ല നല്ല ഏരിയ ഉണ്ട്. അതിനൊരു സ്പെഷ്യൽ ഏരിയ ഇവിടെ എവിടെയെങ്കിലും അടിച്ചാൽ മതി. എല്ലാവരും വെറൈറ്റി ആയിട്ട് അല്ലേ? ഇതൊരു അംഗീകാരമല്ലേ? അത് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു കലയാണ്.
അതിന് കിട്ടുന്ന ഒരു അംഗീകാരമല്ല. അത് ബെഡ്റൂമിൽ അവിടെ എവിടെയെങ്കിലും നല്ലൊരു ഏരിയ വെച്ചാൽ ഇത് 2 പുറത്താണ്, 2 അവിടെയാണ്. ഒരുപാട് ത്യാഗം നമ്മളെ സഹിക്കണത് അവർ കുക്കിങ് അല്ല അത് ടെസ്റ്റ് ചെയ്യല് നമ്മളെ മാത്രമല്ല ഒരുപാട് വില കൂടിയ സാധനങ്ങളാണ് ടെസ്റ്റ് എടുക്കല്. എന്നിട്ട് പൈസ വാങ്ങുന്നത് അവര്. അതെ, ത്യാഗത്തിന്റെ തീച്ചൂളകളിലൂടെ ഇയാൾ കടന്നു വരികയും അംഗീകാരങ്ങൾ അദ്ദേഹം വാങ്ങുകയും ചെയ്യുന്ന ഒരു കഠിന പ്രോസസ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഈ അവാർഡുകളിലൊന്നും സാധനം കാണാനില്ല, കാരണം ഇതേ ക്യാമറയുടെ ബാക്കിലാണ്. മുപ്പത്തിയാണ് സ്റ്റേജിൽ കയറിയിട്ട് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു വൈബ് ഫാമിലിയാണ്, നല്ല അടിപൊളിയാണ്. 2 ആൾക്കാർ നമ്മളെ ചങ്കാണ്. എന്തായാലും നിങ്ങളെ വീടിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം എടുക്കാം. ഇനിയും നിങ്ങളെ കുടുംബത്തിൽ എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്യണം. സുബൈദ മാഡം സെറ്റാക്കണം, തിരൂരുള്ള എല്ലാവരും അറിയിക്കണം. താങ്ക് യു.